അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എജ്മിയർ കൂട്ടാല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പേര് ലക്ഷ്മി എന്നാണ്. എൻ്റെ ഭർത്താവിന് 7 വർഷമായി തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ കാലമായി ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ്. അയാൾ മുടക്കിയായപ്പോൾ 4 മക്കളെ പഠിപ്പും കാര്യങ്ങളും വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ അയാളെയും കൊണ്ട് പേച്ചി എടുക്കുമ്പോൾ എടുത്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പറഞ്ഞു തൈറോയിഡാണ്. മരുന്ന് വാങ്ങിക്കാൻ 2000 രൂപ ആഴ്ചയിൽ വേണം. എന്നിരുന്നാലും ഞാൻ കൈവിട്ടില്ല. ആ സമയത്ത് വേറൊരു ചേച്ചി, എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു വഴിയില്ല, മക്കളെ പഠിപ്പിക്കാനും വഴിയില്ല, അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നീ അപ്പോൾ ഇങ്ങോട്ട് പോരു പറഞ്ഞു. ഇവിടെ വന്ന് ഏട്ടൻ വരില്ല എന്ന് പറഞ്ഞു. ഏട്ടന് ഞാൻ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എവിടേക്കാണ് ചോദിച്ചു. അപ്പോൾ ആ കൂട്ടുകാരി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഇങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് തീരെ വയ്യാതെ പുറത്ത് പോവുകയും ഇരിക്കുകയും ചെയ്തു. അച്ഛൻ തലയിൽ തൊട്ട ശേഷം ആളുടെ അസുഖം മാറുകയും ഇവിടുത്തെ വെഞ്ചരിച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു. അതിന് ശേഷം എനിക്ക് ഇരിക്കാൻ ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. ഫൈനാൻസിന് പണം എടുത്തിട്ട് ലോൺ എടുത്തിട്ട് വാടകയ്ക്ക് പോയി ഇരിക്കാൻ ഇന്നേ വരെ സാധിച്ചില്ല. ഇവിടുന്ന് പോയ ശേഷം 2000 രൂപ കൊടുത്തൊരു വാടക വീട് കിട്ടുകയും അതിനുശേഷം ഇരുന്ന ആ വീട് എനിക്ക് പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം ലഭിക്കാനുള്ള ഇട വരികയും ചെയ്തു. അതിൻ്റെ ഒരു ഓട്ടത്തിലായിരുന്നു. കർത്താവിനോട് എങ്ങനെ നന്ദി പറയുന്നറിയില്ല. തൈറോയ്ഡ് എന്ന രോഗം കർത്താവ് കൊടുത്തത് ദൈവത്തെ അറിയാൻ വേണ്ടിയാണ്. 2000 രൂപ എടുത്തോളം ഒരു മാസം വേണം. അതിനുശേഷം എനിക്കൊരു അസുഖം 3 മുഴയുണ്ടായിരുന്നു കയ്യിൽ. ഞാൻ ആരോടും പറഞ്ഞില്ല. മക്കളെ ഒരുപാട് ചികിത്സിച്ചപ്പോൾ എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ 2 മുഴ വന്നപ്പോൾ അത് അലർജി കംപ്ലൈൻ്റ് ആയിരിക്കും പറഞ്ഞു. 3ാമത്തെ എൻ്റെ വലത് കൈയിലേക്ക് ഒരു മുഴ വന്നു. ആ സമയത്ത് എനിക്ക് തീരെ അസുഖമായപ്പോൾ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ അവർ വന്നത് എടുത്ത് കളയണം, ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. ഇപ്രാവശ്യം മഴ പെയ്തപ്പോൾ ചാക്ക് തലയിലിട്ടിട്ടായിരുന്നു ഞാൻ കിടന്നത്. അവസ്ഥയായിരിക്കുമ്പോൾ ഈ കൈ ഓപ്പറേഷൻ ചെയ്ത ഞാൻ എൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ അവളെ കൊണ്ട് പറഞ്ഞു, ചേച്ചി എന്താ ചെയ്യുക, നീ മനസ്സൊരുക്കി കിടന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞു. അന്നേരം ഒന്നുമില്ലാത്തൊരു ഉറക്കം വന്നു. ആ ഉറക്കത്തോടെ ആ മുഴ എനിക്ക് കാണാതെയായി. നേരം വെളുത്ത് നോക്കിയപ്പോൾ കയ്യിൽ വേദനയോ ആ മുഴ ഉണ്ടായിരുന്നില്ല. ചേച്ചി പറഞ്ഞ ഒന്നുമല്ലാത്ത വിധത്തിലൊരു ഉറക്കം വന്നു. അബോധാവസ്ഥയിലേക്ക് പോയി. ഈശോ തൊട്ടു, ആ മുഴ 3ഉം എടുത്തു മാറ്റി. അല്ലേ? കാരണം അവർക്ക് നോക്കാൻ ആളില്ല. കാരണം ഒരു തൈറോയ്ഡ് സംബന്ധമായ രോഗം വന്നു. അപ്പോൾ വചനം കേട്ടപ്പോൾ എന്തുണ്ടായി? സാമ്പത്തിക മേഖലകളെ കർത്താവ് തുറന്നു കൊടുത്തു. അല്ലേലിയ? വചനം കേട്ടപ്പോൾ 7 വർഷമായിട്ടുള്ള ആ തൈറോയ്ഡ് സംബന്ധമായ രോഗം മാറ്റിയെന്ന് മാത്രമല്ല, അവർ 2000 രൂപയ്ക്ക് വാടകയ്ക്കൊരു വീടെടുത്തു. ആ വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വീട് മേടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ആ വീട് വാങ്ങാനുള്ള കൃപ കൊടുത്തു. അല്ലേലിയ? മക്കളെ പഠിപ്പിക്കാൻ പറ്റി. പിന്നീടാണ് രോഗം വരുന്നത്. ആ രോഗം വന്നപ്പോഴും ആ ചേച്ചി സങ്കടപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് മേലെ 3 മുഴകളും കർത്താവ് എടുത്ത് മാറ്റി. അല്ലേലിയ?